ജോർജോസ് സാർ, കോഴിക്കോട് പേരാമ്പ്ര ചെറുവണ്ണൂരിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ച് ഗർഭിണി മരിച്ച സംഭവത്തിൽ മരിച്ച സോനിയും ഭർത്താവ് രജനും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് അമ്മാവൻ മൊഴി നൽകിയിരിക്കുന്നത്. അവർ തമ്മിൽ ആദ്യം പ്രണയിച്ച് വേർപിരിഞ്ഞവരാണ് എന്നും വീണ്ടും കൂട്ടിച്ചേർത്ത് വിവാഹം നടത്തുകയായിരുന്നുവെന്നുമാണ് കുടുംബം പറയുന്നത്. അപ്പോൾ ഭാര്യയെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തിയതാകാനുള്ള സാധ്യതയുണ്ടോ ഈ സംഭവത്തിൽ? തീർച്ചയായിട്ടും അമ്മാവൻ പറഞ്ഞത് കറക്റ്റാണ്. പുള്ളി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തുടക്കം മുതൽ ഇതിനകത്തൊരു കല്ലുകടിയും ഉണ്ട്. ഈ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ട് കളയാൻ തന്നെയായിരുന്നു ഭർത്താവ് തീരുമാനിച്ചതെന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഓൺലൈനിൽ ബന്ധപ്പെട്ടു, രണ്ടുപേരും സ്നേഹിച്ചു, പ്രണയിച്ചു, അതിനുശേഷം കല്യാണം കഴിക്കാം എന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോൾ പതുക്കെ അയാൾ അവിടെ നിന്ന് പിന്മാറുകയാണ്. ആ പെൺകുട്ടി അന്നേരം ഇയാൾക്ക് വേറെ ഒരു സ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെന്ന് ആ കുട്ടി കണ്ടുപിടിച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് പൊതുവെ നോക്കിക്കഴിയുമ്പം ഇതിനെ ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കണം ഏതെങ്കിലും രീതിയിൽ. ആ പെൺകുട്ടി മാറില്ല. കാരണം ഇയാളുമായിട്ടുള്ള ബന്ധം വന്ന് ഇയാൾ ചതിച്ചു പോകുമെന്ന് പറഞ്ഞപ്പം ആ പെൺകുട്ടിയുടെ ബുദ്ധിപൂർവ്വ നീക്കത്തിലൂടെ തന്നെയാണ് ഇയാളെ കല്യാണം കഴിപ്പിച്ചത്. ഈ വിവാഹത്തിന് ഇയാൾ ഒട്ടും തയ്യാറുമല്ലായിരുന്നു. മാനസികമായി അയാൾക്ക് ഈ പെൺകുട്ടിയായിട്ട് ഒരു അടുപ്പവുമില്ല. സെക്ഷലായിട്ടുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റം മാത്രമാണ് അയാൾ ആഗ്രഹിച്ചിരുന്നത്. അതിലപ്പുറം ഒരു കുടുംബം ആയിട്ട് കഴിയാനുള്ള ആഗ്രഹമൊന്നും അയാളുടെ മനസ്സിലില്ല. ആ രീതിയിലുള്ള പ്രവർത്തനമാണ്, സംസാരമാണ് അയാളിൽ നിന്ന് നമ്മൾ കാണുന്നത്. അതുതന്നെയല്ല, അതിനകത്ത് പരമപ്രധാനമായ ഒരു കാര്യം, എന്തുകൊണ്ട് ഇയാൾ റിസ്ക് എടുത്ത് ഇയാളുടെ ഭാര്യയെ പുറകിൽ അവരെ സീറ്റിൽ കിടക്കുന്ന കുട്ടിയാണ് എന്ന് ഇയാൾക്കറിയാം. അതിനെ രക്ഷപ്പെടുത്താൻ ഉള്ള ശ്രമം ഇവിടെ ആരും കണ്ടില്ല, നാട്ടുകാരും കണ്ടില്ല. നാട്ടുകാർ ഓടിക്കൂടുമ്പം ഇയാൾ തോട്ടിലിറങ്ങി തീ കെടുത്താൻ ശ്രമിക്കുന്ന രീതിയിലുള്ള കുളിയാണ് കണ്ടത്. അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കാഷ്വലായിട്ട് പറയും പുറകിൽ ആളുണ്ടെന്നാണ് പറയുന്നത്. അല്ല, എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ച, അല്ലെങ്കിൽ എൻ്റെ പെൺകുട്ടി, എൻ്റെ സഹോദരി, അല്ല, അങ്ങനെയൊന്നും നമുക്ക് അഫക്ഷനേറ്റായിട്ട് നമ്മൾ സാധാരണ പറയുമല്ലോ. രക്ഷപ്പെടുത്താൻ കഴിയില്ലാതെ വരുമ്പം ഹതാശരായി നമ്മൾ വിലപിക്കുന്ന സന്ദർഭത്തിൽ ആരെങ്കിലും സഹായിക്കാൻ വന്നാൽ അവരുടെ അടുത്ത് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: പുറകിൽ ഒരാളുണ്ട് എന്ന് പറയില്ല. അപ്പോൾ ഇയാളുടെ പ്രവൃത്തിയെല്ലാം സംശയാസ്പദമാണ്. എന്തുകൊണ്ട് ഇയാൾ ബാക്കിലെ ആ കാറ് കത്താൻ തുടങ്ങിയപ്പം ഡിക്കി ഇന്ന് തീ വരുന്നതെന്ന് അറിഞ്ഞപ്പം ഇയാൾ ഇന്നസെൻ്റ് ആണെന്ന് വിചാരിച്ചോളൂ. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഭാര്യയുടെ സ്നേഹമുള്ള, പ്രത്യേകിച്ച് പ്രഗ്നൻ്റായ ഒരു പെൺകുട്ടിയുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്? അപ്പോൾ ഇയാൾ കാറിൽ നിന്ന് ഇറങ്ങിയ, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങുമ്പം കാറ് ബാക്ക് ഡോർ ലോക്കാണ് എന്ന് ഇയാൾക്കറിയാം. അത് തുറന്ന് ആ കാറ് കത്തുമ്പോൾ ആയാലും ശരി, ആ കുട്ടിയെ ഡോറ് തുറന്ന് പെട്ടെന്ന് എടുത്ത് തോളിക്കയറ്റി റോഡിൻ്റെ ഒരു സൈഡിലോട്ട് കൊണ്ട് ഇരുത്താം. ചെയ്തില്ല. അതിന് പകരം നാട്ടുകാരോട് ലേറ്റായിട്ട് പറഞ്ഞ് നാട്ടുകാർ വന്നു കഴിഞ്ഞപ്പം ബാക്ക് ഡോറ് ഗ്ലാസ് പൊട്ടിച്ച് അതിൽ കൂടെ എടുത്തെന്നാണ് പറയുന്നത്. എന്തായാലും ഭർത്താവിൻ്റെ എല്ലാ പ്രവൃത്തിയും സംസാരവും എല്ലാം സംശയാസ്പദമാണ്. സാർ, ഇവിടെ സോണിയുടെ മരണത്തിൽ ഭർത്താവായ റിജിൻ തന്നെയാണ് സംശയ നിഴലിൽ നിൽക്കുന്നത്. ചിലപ്പോൾ അദ്ദേഹം നിരപരാധിയായിരിക്കാം, പക്ഷേ സാഹചര്യങ്ങളെല്ലാം ഭർത്താവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയും ചെയ്യുന്നു. പോലീസ് എങ്ങനെയാണ് ഈ ഒരു കേസിന്റെ ചുരുൾ അഴിക്കുക? എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം പോകേണ്ടത്? പോലീസിന് തീർച്ചയായിട്ടും ഇതിൻ്റെ ചുരുളഴിക്കാൻ വളരെ ഈസിയാണ്. കാരണം എന്താണ് കത്തിയെന്ന് കണ്ടുപിടിക്കണം. ആ പുറയിൽ അങ്ങനെ ഡിക്കിയുടെ ഒരു കാറിൻ്റെ പുറകിൽ നിന്ന് സ്മോക്കും ഇതൊന്നും വരില്ല. നമുക്ക് സൈലൻസറിൻ്റെ പൈപ്പ് പുറയിലുണ്ടെങ്കിൽ ആ സ്മോക്ക് അതിലൂടെ വരുന്ന കാണും. അല്ലാതെ ഡിക്കിക്കകത്തുനിന്ന് ഒരിക്കലും അങ്ങനെ വരാനുള്ള സാധ്യതയില്ല. എന്താണ് കാറിനകത്ത് പെട്ടെന്ന് തീ പിടിക്കാൻ കാരണം? എന്തോ ഒരു സബ്സ്റ്റൻസ് ഉണ്ട്. അത് ആ പെൺകുട്ടി അറിയാതെ പുറകെ വെച്ചിരിക്കാം. പെൺകുട്ടി അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ആശുപത്രിയിൽ നിന്ന് വരുമ്പം അതിന് ആശുപത്രിയിൽ നിന്ന് കൊടുക്കാനായിട്ട് അന്നേരം കഴിക്കാനുള്ള ഗുളിക ഉണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഏതെങ്കിലും ടാബ്ലറ്റോ എന്തെങ്കിലും കൊടുത്താൽ ആ പെൺകുട്ടിക്ക് നല്ല ഉറക്കം വരാം, ബാക്കിൽ കിടന്ന് ഉറങ്ങും. എത്ര ദൂരമുണ്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് എന്നുള്ളൊരു വലിയ പ്രാധാന്യമായ കാര്യം. ആശുപത്രി ചെന്നിട്ട് ഇവർ രണ്ടുപേരും എവിടെയെങ്കിലും പോയോ? ആഹാരം കഴിക്കാൻ പോയോ? ഏതെങ്കിലും കടയിൽ കയറിയോ? കാരണം 9:30-ക്കാണ് വരുന്നത്. മിക്കവാറും 6 മണിക്കെങ്ങാനും അല്ലെ 4 മണിക്ക് ശേഷം ഒരു അപ്പോയിൻമെൻ്റ് ആയിരിക്കാം. അതോ നീ രാവിലെ പോയോ? ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ഏത് ഹോസ്പിറ്റലാണെന്ന് കണ്ടിട്ട് അവിടുത്തെ ടൈം നോക്കണം. എത്ര മണിക്ക് ഇവർ രണ്ടുപേരും വന്ന് അവിടെ മുതൽ അന്വേഷണം തുടങ്ങേണ്ടിയിരിക്കുന്നു. അത് തന്നെയല്ല, എന്താണ് ഈ ഇത്ര എക്സ്പ്ലോസീവായിട്ട് കത്താനുള്ള കാരണം?
പൊട്ടിത്തെറിക്കുള്ള കാരണം എന്ത്? അതിനകത്ത് മിക്കവാറും ഒരു പെട്രോൾ എങ്ങാനും പ്ലാസ്റ്റിക് കവറിനകത്ത് ശേഖരിച്ച് ഭാര്യ കിടന്ന ആ ബാക്ക് സീറ്റിൻ്റെ അവിടെ എവിടെ വെച്ചിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് പിൻവശത്തു നിന്ന് അല്ലെങ്കിൽ ഡിക്കിക്കകത്തു നിന്ന് തീ കത്തി കയറി കഴിഞ്ഞാൽ ഇത് എക്സ്പ്ലോഡ് ചെയ്യണം, പെട്ടെന്ന് അവിടെ കത്തിത്തീരണം. അത് തന്നെയല്ല, അതിൻ്റെ കാറിൻ്റെ റൂഫ് കംപ്ലീറ്റ് കത്തി പുറത്ത് പോയെന്നാണ്. എക്സ്പ്ലോഷൻ ചിലപ്പോൾ അവിടുന്ന് ആ റൂഫ് ഇളക്കിക്കൊണ്ട് പോയോ, അതൊക്കെ ഇനി ഫോറൻസിക് പഠിക്കണം, മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായം തേടണം. ഇതിൻ്റെ അകത്ത് ഫോറൻസിക്കിൻ്റെ മാത്രമല്ല, മോട്ടോർ വെഹിക്കിളിൻ്റെ സഹായത്തിൽ ചേർന്നിട്ട് അതൊരു എക്സ്പ്ലോഷൻ കൊണ്ടാണോ, അതിൻ്റെ റൂഫ് പോയിട്ടുണ്ടോ, റൂഫ് കത്തിയാണോ പോയിരിക്കുന്നത്, അത് തെറിച്ചു പോയോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് കത്താനുള്ള കാരണം, അതെങ്ങനെ? അതിനെല്ലാം നാട്ടുകാർ പറയുന്ന ഒരു കാര്യമുണ്ട്. കാറ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിൽ കിടന്ന് അതിൻ്റെ പുറകിൽ ആദ്യം പുക കാണുന്നുണ്ട്, അപ്പോൾ കത്തി കയറി വരികയാണ്. പിന്നീടാണ് ബാക്കിൽ നിന്ന് കത്തി ആ സീറ്റ് കത്തിയിട്ടുണ്ടാവും. കാരണം ഡിക്കിയിൽ നിന്ന് പെട്ടെന്ന് സീറ്റിൽ തീ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് സീറ്റ് കത്തും, കുട്ടിയുടെ ആ പെൺകുട്ടി കിടന്ന സീറ്റ് കത്തും. അത് തന്നെയല്ല, അവിടെ എന്തെങ്കിലും ഒരു എക്സ്പ്ലോസീവ് സാധനം അന്നെങ്കിൽ ഡിക്കിക്കകത്ത് വെച്ചിട്ടുണ്ടാവും. പക്ഷേ കത്തിയതെങ്ങനെയാണ്, തുടക്കത്തിലെ കത്തിക്കാനുള്ള സംവിധാനം എന്തായിരുന്നു ഇയാളുടെ ബുദ്ധിയിൽ, അതൊക്കെ ഇയാൾ പഠിച്ചിട്ടുണ്ടാവും, അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിലേക്ക് പോലീസ് കൃത്യമായിട്ട് വന്നെങ്കിൽ മാത്രമേ ഈ കേസിൻ്റെ യഥാർത്ഥ സംഭവം എങ്ങനെയായിരുന്നു എന്നും, അത് തീർച്ചയായിട്ടും ഒരു കൊലപാതകത്തിലേക്ക് തന്നെയാണ് ഇത് നീങ്ങുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും സാർ നല്ല സൂചിപ്പിച്ചതുപോലെ ഒരു കാർ കത്തുമ്പോൾ സ്വാഭാവികമായും നമ്മൾ രക്ഷപ്പെടുമ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആ കാറിലുണ്ട് എങ്കിൽ അവരെ കൂടി രക്ഷിക്കാനാണ് നമ്മൾ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് സംഭവിക്കുക. ഇവിടെ അത് സംഭവിച്ചിട്ടില്ല. വൻ സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ ഈ കാറിനടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ കാറിന് പുറത്ത് സമീപത്തുള്ള തോട്ടിലായിരുന്നു റിജിൻ ഉണ്ടായിരുന്നത്. തീ പൂർണ്ണമായും അണച്ച ശേഷമാണ് കാറിനകത്ത് സോനിയുള്ള കാര്യം നാട്ടുകാരെ റിജിൻ അറിയിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു സംഭവത്തിന്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നില്ലേ? സോനിയുടെ മരണം ഉറപ്പുവരുത്താൻ ശ്രമിച്ചോ റിജിൻ? കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടോ? അങ്ങനെ സംശയിക്കാമോ? ഇല്ല, ഭർത്താവിൻ്റെ സംസാരവും നാട്ടുകാരെ പിന്നിൽ കാറിൻ്റെ ബാക്ക് സീറ്റിൽ ഒരാൾ കിടപ്പുണ്ടെന്ന് പറയുന്നതൊക്കെ വളരെ ലേറ്റായിട്ടാണ്. അതിൻ്റെ അർത്ഥം കാറ് കത്തി അവരങ്ങ് മരിക്കട്ടെ, അവർ കത്തി നശിക്കട്ടെ എന്ന് മനസ്സിലുള്ളതുകൊണ്ടാണ് ആ രീതിയിൽ ഡിലേ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കാരണം അന്നേരം രക്ഷപ്പെടുത്താൻ കഴിയില്ല എന്ന് ഇയാൾക്കറിയാം. ഇയാൾ ആത്മാർത്ഥതയുള്ള ഒരു ഭർത്താവാണെങ്കിൽ ഭാര്യയുടെ ജീവനും തൻ്റെ ജീവനെ പോലെ വിലയുണ്ടെന്ന് ഉള്ള ചിന്തയുള്ള ആളായിരുന്നെങ്കിൽ കാറിന് തീ പിടിച്ചു എന്നറിഞ്ഞപ്പം ഇയാളുടെ ബെൽറ്റ് ഊരിക്കഴിഞ്ഞ ഉടനെ കാറ് ബാക്ക് ഡോർ ലോക്ക് ചെയ്തിരിക്കുകയെന്ന് അയാൾക്കറിയാമല്ലോ. അത് തുറന്ന് അയാൾ ചാടുകയല്ലേ വേണ്ടത്, ഭാര്യ. എന്നിട്ട് ഇയാൾ വന്നിട്ട് ആ തുറന്നു കിടക്കുന്ന ഡോറിൽ കൂടെ ഭാര്യയെ എടുത്ത് വെളിയിലോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. നാട്ടുകാർ വരുന്നതിന് മുമ്പ് അയാൾക്ക് ചെയ്യായിരുന്നു. അത് ചെയ്തില്ല. അത് ചെയ്യാതെ ഇയാൾ കത്തിയത് വെള്ളത്തിൽ ചാടി നാട്ടുകാർ വിചാരിച്ചു ഒരു ഡ്രൈവർ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. പക്ഷെ വെള്ളത്തിൽ ഇയാൾ രക്ഷപ്പെടുമെന്ന് ഇയാൾക്ക് തോന്നി. വെള്ളം കൊണ്ട് ഷർട്ടെല്ലാം നനഞ്ഞ് ആ വെള്ളത്തിൽ ഇയാൾ പൊങ്ങിക്കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് പിന്നിലൊരാൾ ബാക്ക് സീറ്റിൽ കിടപ്പുണ്ടെന്ന്. നാട്ടുകാർക്ക് അപ്പോഴാണ് അത് മനസ്സിലായേ. നാട്ടുകാർ വന്നവർ ചില പാത്രങ്ങളൊക്കെ സംഘടിപ്പിച്ച് വെള്ളം കോരി ഒഴിച്ച് നോക്കി. പക്ഷേ കാറ് അമിതമായ വേഗത്തിൽ കത്തുകയാണ്. അത് എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം രാത്രി 9:30 മണിയായ സമയമാണത്. കാരണം പകലല്ല, പകലാണെങ്കിൽ കുറച്ചുകൂടെ കാറ് ഹീറ്റായെന്ന് വെക്കാം, പകലല്ല. ഇത് രാത്രി 9:30 മണിക്കാണ്. അത് തന്നെ വിജനമായ ഒരു സ്ഥലം തിരഞ്ഞെടുത്തു. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ചിലപ്പോൾ ഇയാൾ എക്സ്പ്ലോസീവ് സാധനം വെച്ചിരിക്കാം. പക്ഷേ എക്സ്പ്ലോസീവ് സാധനങ്ങൾ അവിടെ ഉപയോഗിച്ചതായിട്ട് ഒരു എവിഡൻസ് ഫോറൻസിക് സയൻസിലുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് വളരെ സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിനകത്ത് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വല്ല അംശങ്ങളുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇനി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഡിക്കിയിലായിരിക്കും വെച്ചിരിക്കുന്നത്. ഇനി അങ്ങനൊരു സാധനം ഈ പിൻ സീറ്റിൻ്റെ അടുത്ത് ഭാര്യ കിടന്നതിനടുത്ത് വെച്ചിട്ടുണ്ടോ അതും നമുക്കറിയില്ല. അത് മുഴുവൻ കത്തിപ്പോയിരിക്കുന്നു ആ ഭാഗത്ത്. പക്ഷെ അത് കണ്ടെത്താൻ ഫോറൻസിക്ക് അവർ സസൂക്ഷ്മം അത് പരിശോധിക്കണം, അല്ലെ വീണ്ടും പരിശോധിക്കണം. പലവട്ടവും വേണേൽ ഫോറൻസിക്ക് ആ കാറ് പരിശോധിക്കണം. ആ പെൺകുട്ടിയുടെ ബാക്ക് സീറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഇയാൾ പെട്രോൾ കരുതി വെച്ചിരുന്നോ,
അതിൻ്റെ ടിന്ന് ചിലപ്പം കത്തിപ്പോവും, അല്ലെങ്കിൽ കത്തിപ്പോകുന്ന പ്ലാസ്റ്റിക് കവറിനകത്ത് എന്തെങ്കിലും ആയിരിക്കണം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത് കൊല്ലണമെന്ന് ഉദ്ദേശിക്കുന്നവർ അത് നമ്മളെപ്പോലെ അത് ഒരു ടിന്നോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പെട്രോൾ ക്യാൻ ഒക്കെ വാങ്ങിക്കുമല്ലോ, അതൊന്നും ആയിരിക്കത്തില്ല. പ്ലാസ്റ്റിക് കവറിനകത്ത് വാങ്ങിച്ചു വെച്ചാൽ എന്താ കുഴപ്പം? അതിൻ്റെ ഒരു എവിഡൻസും കിട്ടില്ല, കത്തി അങ്ങ് പൊക്കോളും, പെട്ടെന്ന് കത്തുകയും ചെയ്യും, സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സ്ഫോടന ശബ്ദം കേട്ടു എന്നും പറയുന്നുണ്ട്. അത് ആൾക്കാർ ശബ്ദം കേട്ടിരിക്കുന്നു. പിന്നെ ആൾക്കാർ പറയുന്നത് പിന്നിൽ നിന്നാണ് പുകയും തീയും വന്നത്. അതൊക്കെ വലിയ സംശയാസ്പദമായ കാര്യങ്ങളാണ്. അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. അത് ഇപ്പോൾ ഇയാൾക്ക് 10-60% പൊള്ളലുണ്ടെന്ന് പറയാൻ സംസാരിക്കാൻ പറ്റും. അയാളെ പോലീസ് മൊഴിയെടുക്കണം, എങ്ങനെ സംഭവിച്ചു എന്ന് ഇപ്പോൾ അയാളെ റെക്കോർഡ് ചെയ്യണം. അയാൾക്ക് എന്തെങ്കിലും അബദ്ധം വരുമോ ഇല്ലയോ നമുക്കറിയില്ല. എങ്കിലും അയാളെ ചോദ്യം ചെയ്തിട്ട് ഇപ്പം തന്നെ കണ്ടുപിടിക്കണം ഇയാൾ ഏത് ഹോസ്പിറ്റലിൽ പോയി ഈ കുട്ടിയെ കൊണ്ട്, എന്താണ് അവർക്ക് മരുന്ന് അവിടുന്ന് പ്രിസ്ക്രൈബ് ചെയ്തത്, ആ മരുന്നിൽ എന്തെങ്കിലും ഇയാൾ കൊടുത്തോ, പെൺകുട്ടി പിൻസീറ്റിൽ അബോധാവസ്ഥയിലാണോ അല്ലെങ്കിൽ ഈ മരുന്നിൻ്റെ സെഡേഷനിലാണോ കിടന്നത് നമുക്കറിയത്തില്ല. ഇയാൾ ചിലപ്പം കൊടുത്തിരിക്കാം. ഇയാൾ വേറെ മരുന്ന് കരുതിയോ അല്ലെങ്കിൽ ടാബ്ലറ്റ് കരുതി ആശുപത്രിയിൽ നിന്ന് തന്നതാണെന്ന് പറഞ്ഞാൽ വരുന്ന വഴിക്ക് കൊടുക്കാമല്ലോ. അവരെ കൊല്ലണമെന്നാണ് ഉദ്ദേശമെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം ഈ കേസിൻ്റെ സ്വഭാവം നോക്കുമ്പം പൊതുവേ തീ കത്തലും ഇയാളുടെ പെരുമാറ്റവും ഒക്കെ സംശയാസ്പദമാണ്. അത് ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം അയാൾക്കാണ്. പക്ഷേ പ്രഥമ ദൃഷ്ടിയാൽ ഇതൊരു ആക്സിഡൻ്റൽ ഫയർ അല്ല, ഇതൊരു ഡെലിബറേറ്റ് ആയ ഫയറാണ്, തീ കത്തൽ അങ്ങനെ ഉണ്ടായതാണ്. അതെന്തുപയോഗിച്ച് കത്തിച്ചു എന്നറിയണം. കാരണം ഇയാൾക്ക് ഈ എക്സ്പ്ലോസീവ്സ് കാര്യത്തെപ്പറ്റിയോ അങ്ങനെയുള്ള ഇതിനെപ്പറ്റി വലിയ അറിവുണ്ടോ, അതോ ഇയാളുടെ മൊബൈൽ പരിശോധിക്കണം എത്രയും പെട്ടെന്ന് പോലീസ്. കാരണം മൊബൈലിൽ ഇയാൾ എന്തൊക്കെയാണ് സെർച്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. ഇയാളെ അവസാനം വിളിച്ചിരിക്കുന്ന ആര്, അയാളെ ആ ദിവസത്തെയും തലേ ദിവസത്തെയും വൈഫും 3-4 ദിവസത്തെ വൈഫുമായിട്ടുള്ള ബന്ധം എന്താണ്. എന്തായാലും പ്രഥമ ദൃഷ്ട്യാ അവരെ കൊലപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഈ കാർ തീ കത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്.